ഓം ശാന്തി. പ്രഭാത മുരളി, ഡേറ്റ് 1/2/2019. ബാബയുടെ മഹാവാക്യം, മീറ്റേ ബച്ചേ തുമാരെ മോഹ കി റഗേ അബ് ടൂട്ട് ജാനി ചാഹിയേ. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ മോഹത്തിന്റെ ചരടുകളെല്ലാം തന്നെ അറ്റുപോകണം. ക്യോങ്കി യേ സാരി ദുനിയ വിനാശ ഹോനി ഹൈ. കാരണം ഈ മുഴുവൻ ലോകവും വിനാശമാകേണ്ടതാണ്. ഇസ് പുരാനി ദുനിയ കി കിസി ഭി ചീസ് മേ രുചി നാ ഹോ. ഈ പഴയ ലോകത്തിലുള്ള ഏതൊരു വസ്തുവിനോടും താല്പര്യം ഉണ്ടായിരിക്കരുത്. പ്രശ്ന, जिन बच्चों को रूहानी मस्ती चढ़ी रहती उनका टाइटल क्या होगा? ഏതു കുട്ടികളിലാണോ ആത്മീയ ലഹരി കയറിയിരിക്കുന്നത് അവർക്കുള്ള ടൈറ്റിൽ എന്താണ്? മസ്തിക്കിൻ ബച്ചോ കോ ചढ़ती है. ഏതു കുട്ടികളിലാണ് ലഹരി കയറുക? उत्तर, रूहानी मस्ती में रहने वाले बच्चों को कहा जाता मस्त कलंदर. ആത്മീയ ലഹരിയിൽ ഇരിക്കുന്ന കുട്ടികളെ പറയുന്നു മസ്ത് കലന്ദർ. വഹി കലങ്കീദർ ബൻതേ ഹെ. അവർ തന്നെയാണ് കലങ്കീധരന്മാരാകുന്നതും. ഉനെ രാജായി പനേക്ക് മസ്തി ചढ़ती रहती है. അവരിൽ എപ്പോഴും രാജ്യ അധികാരത്തിന്റെ ലഹരി കയറിയിരിക്കും. ബുദ്ധി മേ रहता അഭി ഹം ഫക്കീർ സെ അമീർ ബൻതേ ഹെ. ബുദ്ധിയിൽ സ്പഷ്ടമായിരിക്കും, ഇപ്പോൾ നാം ഫക്കീറിൽ നിന്നും യാചകനിൽ നിന്നും അധികാരി അഥവാ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു. മസ്തി ഉനെ ചढ़ती ജോ രുദ്രമാലാമേ പിറോനെ വാലേ ഹെ. ആരാണോ രുദ്രമാലയിൽ കോർക്കപ്പെടാൻ യോഗ്യരാകുന്നവർ, അത്തരത്തിലുള്ള മക്കളിലാണ് ആ ഒരു ആത്മീയ ലഹരി ഉണ്ടാവുക. നശ ഉൻ ബച്ചോ കോ रहता जिन्हें निश्चय है कि हमें अब घर जाना है, फिर नई दुनिया में आना है. ആർക്കാണോ നിശ്ചയം ഉണ്ടാകുന്നത്, ഇപ്പോൾ നാം വീട്ടിലേക്ക് പോകണം, അവിടെ നിന്നും നാം മടങ്ങി നമ്മുടെ രാജധാനിയിലേക്ക് വരും എന്നുള്ളത്, അവർക്കാണ് ആ ഒരു ആത്മീയ ലഹരി അഥവാ ആനന്ദം ഉണ്ടായിരിക്കുക. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് 1, സദാ ഇസി നശേ മേ രഹനാ ഹെ കി ഹം മാസ്റ്റർ ജ്ഞാൻ സാഗർ ഹെ. സദാ ഈ ലഹരിയിൽ ഇരിക്കുക, ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരനാകുന്നു. സ്വയം മേ ജ്ഞാൻ കി താക്കത്ത് ഭർക്കർ ചുംബക് ബന്ന റുഹാനി പൈഗംബർ ബന്ന ഹെ. സ്വയം തന്നിൽ ജ്ഞാനത്തിന്റെ ശക്തി നിറച്ച് കാന്തമാകണം, ആത്മീയ പൈഗംബറാകണം. 2, कोई ऐसा कर्म नहीं करना जिससे സദ്ഗുരു ബാബ് കാ നാം ബദ്നാം ഹോ. സദ്ഗുരു ആയിരിക്കുന്ന ബാബയുടെ പേര് മോശമാകുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊന്നും ചെയ്യരുത്. കുച്ച് ഭി ഹോ ജായേ ലേക്കിൻ കഭി ഭി റോനാ നഹീ ഹെ. എന്ത് തന്നെ സംഭവിച്ചാലും ഒരിക്കലും കരയരുത്. വരദാൻ, ജ്ഞാൻ കെ സാത്ത് ഗുണോ കോ ഇമർജ് കർ. ജ്ഞാനത്തോടൊപ്പം തന്നെ ഗുണങ്ങളെ ഇമർജ് ചെയ്ത് സർവഗുൺ സമ്പൻ ബന്നെ വാലെ ഗുണമൂർത്ത് ഭവ്. സർവഗുണങ്ങളാൽ സമ്പന്നരാകുന്ന ഗുണമൂർത്തിയായി ഭവിക്കൂ. വിശദീകരണം, हरेक में ज्ञान बहुत है, लेकिन अब आवश्यकता है गुणों को इमर्ज करने की. എല്ലാവരിലും ജ്ഞാനം വളരെയധികമുണ്ട്, എന്നാൽ ഈ സമയത്തിന്റെ ആവശ്യകതയാണ് ഗുണങ്ങളെ തന്നിൽ ഇമർജ് ചെയ്യേണ്ടത്. ഇസ്ലിയെ വിശേഷ കർമ്മ ദ്വാര ഗുണദാതാ ബനോ. അതുകൊണ്ട് വിശേഷമായും കർമ്മത്തിൽ കൂടി ഗുണദാനം ചെയ്യുന്നവരാകൂ. संकल्प करो कि मुझे सदा गुण मूर्त बन. सबको गुण मूर्त बनाने के कर्तव्य में तत्पर रहना है. സ്വയം സങ്കല്പം ചെയ്യുക, ഞാൻ സ്വയം സദാ ഗുണമൂർത്തിയായി മറ്റുള്ളവരെയും ഗുണമൂർത്തിയാക്കുന്ന കർത്തവ്യത്തിൽ തൽപരനായിരിക്കണം. इसे व्यर्थ देखने सुनने व करने की फुर्सत नहीं मिलेगी. അപ്പോൾ
വ്യർത്ഥത കാണുവാനോ കേൾക്കുവാനോ ഉള്ള അവസരമോ സമയമോ ഉണ്ടാകുന്നില്ല. इस विधि से स्वयं की व सर्व की कमजोरियां स्वतः सहज समाप्त हो जाएगी. ഈ വിധിയിൽ കൂടി സ്വയം തന്നിലും സർവരിലുമുള്ള എല്ലാ ബലഹീനതകളും സഹജമായും സ്വാഭാവികമായും ഇല്ലാതാകുന്നു. तो इसमें हर एक अपने को निमित्त अवला नंबर समझ सर्वगुण संपन्न बनने और बनाने का एग्जाम्पल बनो. അതുകൊണ്ട് ഓരോരുത്തരും ഈ കാര്യത്തിൽ സ്വയം നിമിത്തമാകുന്നതിൽ ഫസ്റ്റ് നമ്പറാണെന്ന് മനസ്സിലാക്കി സർവഗുണ സമ്പന്നരാവുകയും മറ്റുള്ളവരെ ആക്കുകയും ചെയ്യുന്ന മാതൃകയായി മാറൂ. സ്ലോഗൻ: मनसा द्वारा योगदान, वाचा द्वारा ज्ञान दान और कर्मणा द्वारा गुणों का दान करो. മനസ്സുകൊണ്ട് യോഗദാനവും വചനം കൊണ്ട് ജ്ഞാനത്തിന്റെ ദാനവും കർമ്മത്തിൽ കൂടി ഗുണങ്ങളുടെ ദാനം ചെയ്യുക. ഓം ശാന്തി.